പ്രവാസി പെൻഷൻ സ്കീമിനെ കുറിച്ച് സംസാരിക്കുന്ന വീഡിയോയുടെ മൂന്നാമത്തെ പാർട്ടാണിത്. ഈ വീഡിയോയുടെ ആദ്യത്തെ പാർട്ടിൽ പ്രവാസി പെൻഷന് അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എങ്ങനെയാണ് ഒരു യൂസർ ഐ ഡിയും പാസ്വേഡും ക്രിയേറ്റ് ചെയ്യുന്നതിനെക്കുറിച്ച് വിശദമായിട്ട് സംസാരിച്ചു. രണ്ടാമത്തെ വീഡിയോയിൽ ഈ ക്രിയേറ്റ് ചെയ്ത യൂസർ ഐ ഡിയും പാസ്വേഡും ഉപയോഗിച്ച് എങ്ങനെയാണ് പ്രവാസി വെൽഫെയർ ബോർഡിൻ്റെ വെബ്സൈറ്റിൽ വിസിറ്റ് ചെയ്ത് പ്രവാസി പെൻഷന് രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള ആപ്ലിക്കേഷൻ 3 കാറ്റഗറിയിലുള്ള പ്രവാസികൾ, അതായത് ഇപ്പോൾ വിദേശത്ത് ജോലി ചെയ്യുന്നവർ, വിദേശത്ത് 2 വർഷമെങ്കിലും ജോലി ചെയ്ത് ഇന്ത്യയിലേക്ക് മടങ്ങിയവർ, അതോടൊപ്പം കേരളത്തിന് വെളിയിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ ജോലി ചെയ്യുന്ന പ്രവാസികൾ, ഈ 3 കാറ്റഗറിയിൽ പെടുന്ന പ്രവാസികൾ എങ്ങനെയാണ് ഓൺലൈനായിട്ട് പ്രവാസി പെൻഷന് വേണ്ടിയിട്ട് രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള കാര്യം വളരെ വിശദമായിട്ട് രണ്ടാമത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു. മൂന്നാമത്തെ പാർട്ടായ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് ഓൺലൈനായിട്ട് പ്രവാസി പെൻഷൻ്റെ അംശാദായം അല്ലെങ്കിൽ സബ്സ്ക്രിപ്ഷൻ അടയ്ക്കുന്നത്. ഈ പ്രവാസി പെൻഷൻ സ്കീമിൽ ജോയിൻ ചെയ്ത പല വ്യക്തികൾക്കും ഇപ്പോഴും സ്വന്തമായിട്ട് അംശാദായം അടയ്ക്കുന്നതിന് സാധിക്കുന്നില്ല. ഓൺലൈനായിട്ട് അംശാദായം അടയ്ക്കുന്നത് എങ്ങനെയാണ്, മറ്റുള്ള ഒരു ഏജൻസിയുടെ സഹായം കൂടാതെ, അതായത് അക്ഷയ സെൻറ്ററോ പ്രവാസികൾക്ക് സർവീസ് ചെയ്യുന്ന മറ്റ് ഓഫീസുകളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വ്യക്തികളുടെ സഹായം കൂടാതെ എങ്ങനെയാണ് 2-3 മിനിറ്റ് കൊണ്ട് അംശാദായം അടയ്ക്കുന്നത് എങ്ങനെയെന്നാണ് വളരെ വിശദമായിട്ട് ഒരു ഡെമോയുടെ സഹായത്തോടു കൂടി ഈ വീഡിയോയിൽ പ്രസൻറ്റ് ചെയ്യുന്നത്. സാധാരണയായിട്ട് പ്രവാസികൾ അംശാദായം അടയ്ക്കുന്നത് അക്ഷയ സെൻറ്ററുകൾ മുഖാന്തരമോ അല്ലെ പ്രവാസികൾക്ക് സർവീസ് ചെയ്യുന്ന ചില പ്രൈവറ്റ് ഓഫീസുകളുടെ സഹായത്തോടു കൂടിയാണ്. ഇത് ശരിക്കും ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള പ്രോസസ്സാണ്. നിങ്ങൾ അക്ഷയ സെൻറ്ററിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഓഫീസുകളിൽ പോയി ക്യൂ നിന്ന് 2-3 മണിക്കൂർ നിങ്ങൾ വേസ്റ്റ് ചെയ്ത്, അതോടൊപ്പം തന്നെ ഈ പണം ട്രാൻസ്ഫർ ചെയ്യുന്നതിന് നിങ്ങൾ ഓരോ പ്രാവശ്യവും ഇതേപോലെയുള്ള ഓഫീസുകൾ വിസിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ സർവീസ് ചാർജ് കൊടുക്കേണ്ടതായ ആവശ്യവുമുണ്ട്. എന്നാൽ നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായി കണ്ടതിന് ശേഷം നിങ്ങൾക്ക് മനസ്സിലാകും എത്ര ഈസി ആയിട്ട് നിങ്ങളുടെ മൊബൈൽ ഫോണിൽ നിന്നോ നിങ്ങളുടെ ലാപ്ടോപ്പിൽ നിന്നോ നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ നിന്നോ നിങ്ങൾക്ക് ഈ പണം പ്രവാസി വെൽഫെയർ ബോർഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാമെന്ന്. നിങ്ങളുടെ ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്, നെറ്റ് ബാങ്കിങ്, അതോടൊപ്പം തന്നെ UPI ഇതേപോലെയുള്ള ഓൺലൈൻ മണി ട്രാൻസ്ഫർ ഫെസിലിറ്റി ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് പണം ട്രാൻസ്ഫർ ചെയ്യാം. ഈ സ്കീമിൻ്റെ പ്രൊവിഷൻ അനുസരിച്ചിട്ട് ഇപ്പോൾ പ്രവാസികളായിട്ടുള്ള വ്യക്തികൾക്ക് മാസം 350 രൂപയും തിരിച്ചു വന്ന പ്രവാസികൾക്കും കേരളത്തിൻ്റെ വെളിയിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ ജോലി ചെയ്യുന്ന പ്രവാസികൾക്കും 200 രൂപ വീതമാണ് മന്ത്ലി സബ്സ്ക്രിപ്ഷൻ അടയ്ക്കേണ്ടത്. പലരും ഇപ്പോഴും തെറ്റായി ധരിച്ചു വെച്ചിരിക്കുന്നത് ഈ അംശാദായം നമ്മൾ ഇപ്പോഴും മന്ത്ലി ബേസിസിൽ തന്നെ അടയ്ക്കണമെന്നാണ്. അനുസരിച്ച് അംശാദായം നമുക്ക് മന്ത്ലി ബേസിസിലോ ഇയർലി ബേസിസിലോ അല്ലെങ്കിൽ അഡ്വാൻസ് പേയ്മെൻറ്റോ ആയിട്ട് ചെയ്യാൻ പറ്റും. പ്രവാസികളുടെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് കേരള പ്രവാസി കമ്മ്യൂണിറ്റി ഫോറം എന്ന പേരിൽ 3 വാട്സപ്പ് ഗ്രൂപ്പുകൾ പ്രവർത്തിക്കുന്നുണ്ട്. പ്രവാസി ഡിവിഡൻഡ് സ്കീം, പ്രവാസി പെൻഷൻ സ്കീം, അതേപോലെ പ്രവാസികൾ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുന്നതിനും അവരുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നതിനും വേണ്ടിയിട്ടാണ് ഈ വാട്സപ്പ് ഗ്രൂപ്പുകൾ പ്രവർത്തിക്കുന്നത്. നിങ്ങൾക്ക് ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ ചേരുവാൻ താല്പര്യമുള്ള വ്യക്തികളാണെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന മൊബൈൽ നമ്പറിലേക്ക് ഒരു റിക്വസ്റ്റ് അയയ്ക്കുക. ഇതിനുപരിയായിട്ട് ഈ യൂട്യൂബ് ചാനലിൽ പ്രവാസികൾ റിലേറ്റഡ് ആയിട്ടുള്ള 100 കണക്കിന് വീഡിയോകൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പ്രവാസി പെൻഷൻ സ്കീമും അതേപോലെ പ്രവാസി ഡിവിഡൻഡ് സ്കീമും സംബന്ധിച്ച് അനവധി വീഡിയോകളും ഈ യൂട്യൂബ് ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോകളുടെ എല്ലാം പ്ലേലിസ്റ്റ് അവൈലബിൾ ആണ്. ഈ സ്കീമുകളുടെ എല്ലാം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും മറ്റ് ഡീറ്റെയിൽസും അറിയണമെങ്കിൽ ആ പ്ലേലിസ്റ്റിൽ ക്ലിക്ക് ചെയ്ത് ആ വീഡിയോകൾ കാണുക. ഇതേപോലെ ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോകൾ നിങ്ങളുടെ പ്രവാസി സുഹൃത്തുക്കൾക്കും നിങ്ങളുടെ ബന്ധുക്കൾക്കും നിങ്ങൾ ഫോർവേഡ് ചെയ്യുക. പലരും മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് ഈ പേയ്മെൻറ്റ് മന്ത്ലി തന്നെ നടത്തണമെന്നാണ്. മന്ത്ലി നിങ്ങൾ ഈ പേയ്മെൻറ്റ് നടത്തുമ്പോൾ പല ബുദ്ധിമുട്ടുകളുമുണ്ട്. 350 രൂപ മന്ത്ലി അടയ്ക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു വർഷം 4200 രൂപ ഒരുമിച്ച് അടയ്ക്കുക, അല്ലെങ്കിൽ 200 രൂപ കോൺട്രിബ്യൂഷൻ കൊടുക്കുന്ന ഒരു വ്യക്തിക്ക് 2400 രൂപ ഒരു വർഷം ഒരുമിച്ച് അടയ്ക്കുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണോ എന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾ മാസത്തവണകളായിട്ടാണ് ഈ കോൺട്രിബ്യൂഷൻ അടയ്ക്കുന്നതെങ്കിൽ അതിൽ വരുന്ന മറ്റൊരു ബുദ്ധിമുട്ട്, നിങ്ങൾ അക്ഷയ സെൻറ്റർ മുഖാന്തരമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഏജൻസികളുടെ സഹായത്തോടു കൂടിയാണ് ഈ പണം ട്രാൻസ്ഫർ ചെയ്യുന്നതെങ്കിൽ ഓരോ മാസവും നിങ്ങൾ ടൈം വേസ്റ്റ് ചെയ്ത് സർവീസ് ചാർജ് കൊടുത്ത് നിങ്ങൾ ഈ പണം ട്രാൻസ്ഫർ ചെയ്യേണ്ടി വരും. ഒരു വർഷത്തെ കോൺട്രിബ്യൂഷൻ ഒരുമിച്ചാണ് അടയ്ക്കുന്നതെങ്കിൽ നമുക്ക് മാസാമാസം അടയ്ക്കുന്ന ഒരു തലവേദന നമുക്ക് ഒഴിവാക്കാം. ഈ സ്കീമിൻ്റെ പ്രൊവിഷൻ അനുസരിച്ച് നിങ്ങൾ അംശാദായം അടയ്ക്കുന്നതിന് 1 വർഷത്തിൽ കൂടുതൽ താമസം വരുത്തി കഴിഞ്ഞാൽ ഇതിനൊരു പെനാലിറ്റി ഉണ്ട്. 15% ഇതിന് ഇൻട്രസ്റ്റ് നിങ്ങൾ കൊടുക്കേണ്ടതായിട്ട് വരും. എന്നാൽ പല പ്രവാസികളും വർഷങ്ങൾക്ക് മുന്നേ ഈ പ്രവാസി പെൻഷൻ സ്കീമിൽ രജിസ്റ്റർ ചെയ്തിട്ട് നാളിതുവരെയായിട്ടും അംശാദായം അടയ്ക്കാത്ത വ്യക്തികളുണ്ട്.
അങ്ങനെയുള്ള വ്യക്തികൾ അവരുടെ അക്കൗണ്ട് ആക്റ്റീവായിട്ട് അവരുടെ കോൺട്രിബ്യൂഷൻ കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ വലിയൊരു എമൗണ്ട് പെനാലിറ്റി ആയിട്ട് കൊടുക്കണം. ഓൺലൈനായിട്ട് നിങ്ങൾ ഈ കാര്യങ്ങൾ ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും നിങ്ങൾ എത്ര രൂപയാണ് പെനാലിറ്റി ആയിട്ടും. ഓരോ ദിവസവും നിങ്ങൾ ഈ പണം അടയ്ക്കുന്നതിന് ഡിലേ വരുത്തി കഴിഞ്ഞാൽ അതിന് 15% വീതം ഇൻട്രസ്റ്റ് നിങ്ങൾ കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പം ഏതെങ്കിലും പ്രവാസികൾ ഇതിനു മുന്നേ പ്രവാസി വെൽഫെയർ സ്കീമിൽ രജിസ്റ്റർ ചെയ്തിട്ട് അംശാദായം അടയ്ക്കുവാനായിട്ട് മുടക്കം വരുത്തിയിട്ടുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ ചെക്ക് ചെയ്ത് ഇപ്പോൾ പെൻഡിങ് ഉള്ള പണം നിങ്ങൾ അടച്ച് അത് റെഗുലറൈസ് ചെയ്യുകയായിരിക്കും നല്ലത്. പല പ്രവാസികളും തെറ്റായിട്ട് മനസ്സിലാക്കിയിരിക്കുന്ന ഒരു കാര്യം, അവർ വർഷങ്ങൾക്ക് മുന്നേ പ്രവാസി വെൽഫെയർ ബോർഡിൽ രജിസ്റ്റർ ചെയ്തു, അംശാദായം അടച്ചിട്ടില്ല, അവർ പുതിയതായിട്ട് ഒന്നുകൂടി രജിസ്റ്റർ ചെയ്തിട്ട് അംശാദായം അടച്ചു തുടങ്ങിയാൽ അവർക്ക് പെനാൽറ്റിയിൽ നിന്നും നേരത്തെയുള്ള പേയ്മെൻറ്റിൽ നിന്നും ഒഴിവാകാമെന്ന്. ഇത് തെറ്റായിട്ടുള്ള ധാരണയാണ്. പ്രവാസി വെൽഫെയർ ബോർഡിൻ്റെ സിസ്റ്റത്തിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം ഓൾറെഡി ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ രണ്ടാമത് ഒരു പ്രാവശ്യം കൂടി രജിസ്റ്റർ ചെയ്യാനായിട്ട് ശ്രമിച്ചാൽ തീർച്ചയായിട്ടും സിസ്റ്റം അതിന് ഒരു 99% കേസുകളിലും അലൗ ചെയ്യുകയില്ല. അതോടൊപ്പം തന്നെ ഈ പ്രവാസി പെൻഷൻ സ്കീമിൻ്റെ നിയമം അനുസരിച്ച് ഒരു വ്യക്തിക്ക് ഒന്നിൽ കൂടുതൽ പ്രാവശ്യം പ്രവാസി പെൻഷന് വേണ്ടിയിട്ട് രജിസ്റ്റർ ചെയ്യാനായിട്ടുള്ള എലിജിബിലിറ്റിയും ഇല്ല. പ്രവാസി പെൻഷൻ സ്കീമിൽ ഓൺലൈനായിട്ട് സബ്സ്ക്രിപ്ഷൻ അടയ്ക്കുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് ഇതിന് ഡെസിഗ്നേറ്റഡ് ആയിട്ടുള്ള ബാങ്കുകളുടെ ബ്രാഞ്ചുകൾ വിസിറ്റ് ചെയ്ത് മാനുവലായിട്ട് ചെല്ലാൻ ഫില്ല് ചെയ്തും അംശാദായം അടയ്ക്കാവുന്നതാണ്. എന്നാൽ നിങ്ങൾ ബാങ്ക് ബ്രാഞ്ചുകളിലൂടെ ചെല്ലാൻ ഫില്ല് ചെയ്ത് അംശാദായം അടയ്ക്കുമ്പോൾ അതിൽ പല പ്രശ്നങ്ങളുമുണ്ട്. പല പ്രവാസികളും ഇതേപോലെ മാനുവലായിട്ടുള്ള രീതിയിൽ ചെല്ലാൻ ഫില്ല് ചെയ്ത് അംശാദായം അടച്ചിട്ടുണ്ട്. എന്നാൽ അതിൽ ചുരുക്കം ചില വ്യക്തികൾക്ക് അവരടച്ച അംശാദായത്തിൻ്റെ ഡീറ്റെയിൽസ് അവരുടെ അക്കൗണ്ടിൽ വരവ് വെച്ചിട്ടില്ല. ഇതേപോലെയുള്ള ഒരു ഡിലേ വന്നു കഴിഞ്ഞാൽ അത് സോർട്ട് ചെയ്ത് നിങ്ങളുടെ അക്കൗണ്ടിൽ ആ എമൗണ്ട് ക്രെഡിറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒരുപാട് ഫോളോ അപ്പുകൾ ചെയ്യേണ്ടതായിട്ട് വരും. ഈ പ്രവാസി പെൻഷൻ സ്കീമിൽ ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാ പ്രവാസികളും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ മാനുവലായിട്ടുള്ള പ്രോസസ്സ് ഒഴിവാക്കി ഓൺലൈനായിട്ട് തന്നെ നിങ്ങൾ പണം ട്രാൻസ്ഫർ ചെയ്യുക. ഓൺലൈനായിട്ട് പണം ട്രാൻസ്ഫർ ചെയ്താൽ ഇമ്മീഡിയറ്റ് ആയിട്ട് നിങ്ങളുടെ അക്കൗണ്ടിൽ അത് ക്രെഡിറ്റ് ചെയ്യുകയും നിങ്ങൾക്ക് ഓൺലൈനായിട്ട് തന്നെ നിങ്ങളുടെ അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റോ അല്ലെങ്കിൽ നിങ്ങൾ പേയ്മെൻറ്റ് നടത്തിയിരിക്കുന്ന ഡീറ്റെയിൽസോ നിങ്ങൾക്ക് വെരിഫൈ ചെയ്യാനായിട്ടും സാധിക്കും. മ്യൂച്വൽ ഫണ്ടുകളിലൊക്കെ നമ്മൾ SIP റൂട്ടിൽ ഇൻവെസ്റ്റ്മെൻറ്റുകൾ നടത്താറുണ്ട്. ആ സമയങ്ങൾ ബാങ്കിൽ നമ്മളൊരു സ്റ്റാൻഡിംഗ് ഇൻസ്ട്രക്ഷൻ കൊടുത്താൽ അല്ലെങ്കിൽ ഓട്ടോ പേയ്മെൻറ്റ് ഇൻസ്ട്രക്ഷൻ കൊടുത്താൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് മന്ത്ലി ബേസിസിൽ പണം ഡെബിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. എന്നാൽ ഈ ഓട്ടോ ഡെബിറ്റ് ഫെസിലിറ്റി തൽക്കാലം നമ്മുടെ പ്രവാസി പെൻഷൻ സ്കീമിൽ അവൈലബിൾ അല്ല. എങ്ങനെയാണ് ഓൺലൈനായിട്ട് അംശാദായം കൊടുക്കുന്നതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു പ്രസൻറ്റേഷൻ ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ഈ പ്രസൻറ്റേഷൻ ഒന്ന് കണ്ടു നോക്കൂ. ഈ പ്രസൻറ്റേഷനിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എങ്ങനെയാണ് പ്രവാസി വെൽഫെയർ ബോർഡിൽ രജിസ്ട്രേഷൻ കിട്ടി അംശാദായം അടയ്ക്കാനായിട്ടുള്ള 10 ഡിജിറ്റ് നമ്പർ കിട്ടിയ ഒരു വ്യക്തി എങ്ങനെയാണ് അംശാദായം ഓൺലൈനായിട്ട് അടയ്ക്കുന്നതെന്ന് നോക്കാം. ഇതിനു മുന്നേയുള്ള വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തതുപോലെ നിങ്ങൾ പ്രവാസി വെൽഫെയർ ബോർഡിൻ്റെ ലോഗിൻ ഓപ്ഷനിൽ പോയിട്ട് ക്വിക്ക് പേയ്മെൻറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അല്ല എങ്കിൽ യൂസർ നെയിമും പാസ്വേഡുമുള്ള വ്യക്തികളാണെങ്കിൽ ഈ ഓപ്ഷൻ ഉപയോഗിച്ച് നമുക്ക് അംശാദായം അടയ്ക്കാം. ക്വിക്ക് പേയ്മെൻറ്റ് ഓപ്ഷനിലൂടെയാണ് നിങ്ങൾ പണം റിമിറ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നതെങ്കിൽ അവിടെ യൂസർ ഐഡിയുടെയും പാസ്വേഡിൻ്റെയും ആവശ്യമില്ല. നിങ്ങൾ ക്വിക്ക് പേയ്മെൻറ്റിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതേപോലത്തെ ഒരു വിൻഡോ ഓപ്പൺ ആവും. അവിടെ നിങ്ങളുടെ 10 ഡിജിറ്റ് മെമ്പർഷിപ്പ് നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും ഈ ക്യാച്ചയും അടിക്കാം. ഈ ക്യാച്ച് ടൈപ്പ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം, ഇതൊന്ന് റീഫ്രഷ് ചെയ്തിട്ട് പുതിയതായിട്ട് ഇവിടെ അപ്പിയർ ചെയ്യുന്ന ലെറ്റേഴ്സോ നമ്പേഴ്സോ ഒക്കെ ഇവിടെ അതേപോലെ തന്നെ ക്യാപിറ്റൽ ലെറ്റർ സ്മോൾ ലെറ്ററും അതേപോലെ തന്നെ എൻ്റർ ചെയ്യുക. അത് കഴിഞ്ഞ് ഷോയിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അംശാദായം അടച്ചിട്ടുള്ള ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ കാണിക്കും. അപ്പോൾ ഇവിടെ 2 പോർഷൻ ഉണ്ട്. ഈ വിൻഡോയുടെ ഈ സൈഡിൽ നിങ്ങളുടെ പേരും അഡ്രസ്സും അതേപോലെയുള്ള ഡീറ്റെയിൽസ് ഇവിടെ കാണിക്കും. ഞാനിതിവിടെ എടുത്തിട്ടില്ല സെക്യൂരിറ്റി പർപ്പസിന് വേണ്ടിയിട്ട്. ഇവിടെ നിങ്ങൾ ടോട്ടൽ കൊടുത്തിരിക്കുന്ന സബ്സ്ക്രിപ്ഷൻ്റെ എമൗണ്ടും നിങ്ങൾ ഏതെങ്കിലും പെനാലിറ്റി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസും അതോടൊപ്പം തന്നെ ഏതെങ്കിലും പെൻഡിങ് ആയിട്ടുള്ള എമൗണ്ട് ഉണ്ടെങ്കിലും കാണിക്കും. സാധാരണയായിട്ട് നമ്മൾ പ്രവാസി വെൽഫെയർ ബോർഡിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആ രജിസ്ട്രേഷൻ കിട്ടാനായിട്ട് പലപ്പോഴും 2 മാസമൊക്കെ അതിൽ കൂടുതൽ എടുക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് അംശാദായം അടയ്ക്കുമ്പോൾ ചിലപ്പോൾ 700 രൂപയോ അല്ലെങ്കിൽ 1050 രൂപയൊക്കെ ആയിരിക്കും ഇവിടെ ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് കാണിക്കുന്നത്. നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുത്ത ദിവസം മുതലുള്ള അംശാദായം നിങ്ങൾ കൊടുക്കേണ്ടതായിട്ട് വരും. എത്രയാണോ എമൗണ്ട് ഇവിടെ ഷോ ചെയ്യുന്നത്, ഒന്നെങ്കിൽ നിങ്ങൾക്ക് ആ ഫുള്ളായിട്ടുള്ള എമൗണ്ട് കൊടുക്കാം. നിങ്ങൾക്ക് 350 രൂപയോ 700 രൂപയോ എത്രയാണ് ഇവിടെ അപ്പിയർ ചെയ്തതെന്ന് വെച്ചാൽ ആ എമൗണ്ട് കൊടുക്കാം. അല്ല എങ്കിൽ ഒരു വർഷത്തിന് 4200 രൂപ ഒരുമിച്ച് കൊടുക്കാം.
ഇവിടെ നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത് പേയ്മെന്റ് മോഡ് ഇവിടെ സെലക്ട് ചെയ്യുക. നിങ്ങളിവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ സബ്സ്ക്രിപ്ഷൻ പെനാലിറ്റി, സബ്സ്ക്രിപ്ഷൻ പ്ലസ് പെനാലിറ്റി എന്ന് പറഞ്ഞ് 3 ഓപ്ഷൻ വരും. അത് ഏതാണെന്നാൽ അത് സെലക്ട് ചെയ്യുക. പേയ്മെന്റ് ഗേറ്റ്വേ CC അവന്യൂ തന്നെയാണ്, ഇവിടെ ചേഞ്ചസ് വരുത്തേണ്ട ആവശ്യമില്ല. ഈ പേയ്മെന്റ് ഗേറ്റ്വേ കൂടിയാണ് പേയ്മെന്റ് നടത്തുന്നത്. പേയബിൾ എമൗണ്ട് നിങ്ങൾക്കിപ്പോൾ ഇതിൽ കാണിച്ചിരിക്കുന്ന എമൗണ്ട് വേണമെങ്കിൽ അടയ്ക്കാം. 1 വർഷത്തേനോ 2 വർഷത്തേനോ അഡ്വാൻസ് ആയിട്ട് പൈസ അടയ്ക്കണമെങ്കിലും അടയ്ക്കാം, അല്ലെ റൗണ്ട് ഫിഗർ ആയിട്ട് ഒരു എമൗണ്ട് അടയ്ക്കണമെങ്കിലും അടയ്ക്കാം. ആ ഓപ്ഷൻ ഉണ്ട്. അതിനുശേഷം പേ നൗ ക്ലിക്ക് ചെയ്യുക. പേ നൗ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ പേയ്മെന്റ് കൊടുക്കാനായിട്ടുള്ള ഓപ്ഷൻസ് ഇവിടെ വരും. നമുക്ക് ഡെബിറ്റ് കാർഡ് ഉപയോഗിക്കാം, നെറ്റ് ബാങ്കിങ് ഉപയോഗിക്കാം, വാലറ്റ് ഉപയോഗിക്കാം, UPI പേയ്മെന്റ് ഉപയോഗിക്കാം. ഇതിൽ നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു പേയ്മെന്റ് ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് വളരെ സിമ്പിൾ ആയിട്ട് 1 മിനിറ്റ് കൊണ്ടോ 2 മിനിറ്റ് കൊണ്ടോ ഈ പേയ്മെന്റ് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഇപ്പൊ മാനുവലായിട്ട് നിങ്ങൾ പേയ്മെന്റ് ബാങ്കുകളിലൂടെയാണ് നടത്തുന്നതെങ്കിൽ പലപ്പോഴും അവിടെ മിസ്റ്റേക്ക് വരാറുണ്ട്. കറക്റ്റ് സമയത്ത് ഈ അംശാദായം അടയ്ക്കുന്ന എമൗണ്ട് നിങ്ങളുടെ റെക്കോർഡുകളിൽ എൻ്റർ ചെയ്യാറില്ല. അങ്ങനെ പല പല പ്രശ്നങ്ങളും ഉണ്ട്. എപ്പോഴും നിങ്ങൾ സ്വന്തമായിട്ട് ഓൺലൈനായിട്ട് ഈ പൈസ അടയ്ക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾ ഈ പേയ്മെന്റിന് ട്രൈ ചെയ്തു, പക്ഷെ നിങ്ങൾ ഈ പേയ്മെന്റ് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ ഒരു വിൻഡോ ഇവിടെ അപ്പിയർ ചെയ്യും. അതിൽ നമ്മൾ കറക്റ്റായിട്ട് കൊടുക്കുന്ന എന്ത് റീസൺ കൊണ്ടാണ് നമ്മൾ പേയ്മെന്റ് ക്യാൻസൽ ചെയ്ത് എന്നുള്ളത്. ഇതാണ് വളരെ സിമ്പിൾ ആയിട്ട് പ്രവാസി പെൻഷൻ സ്കീമിന്റെ അംശാദായം അടയ്ക്കാനായിട്ടുള്ള ഓപ്ഷൻ. ഇതിനാണ് പല വ്യക്തികളും അക്ഷയ സെന്ററുകളിലും പ്രവാസി സർവീസ് സെന്ററിലെല്ലാം പോയി ക്യൂ നിന്ന് അതിന് സർവീസ് ചാർജ് കൊടുത്ത് സമയവും പൈസയെല്ലാം നിങ്ങൾ വേസ്റ്റ് ചെയ്യുന്നത്. നിങ്ങൾ ലോകത്തിന്റെ ഏത് കോണിലിരിക്കുന്ന ആളുകളാണെങ്കിലും ഈ ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് അംശാദായം അടയ്ക്കാം. നിങ്ങൾക്ക് കേരളത്തിൽ വരേണ്ട ആവശ്യമില്ല ഇത് അടയ്ക്കുന്നതിന്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവാം എത്ര ഈസി ആയിട്ട് ഒരു മറ്റൊരാളുടെ സഹായം കൂടാതെ നമുക്ക് സ്വന്തമായിട്ട് പ്രവാസി പെൻഷൻ സ്കീമിൻ്റെ അംശാദായം മന്ത്ലി ബേസിസിലോ അല്ലെങ്കിൽ ഇയർലി ബേസിസിലോ അടയ്ക്കാൻ പറ്റുമെന്നുള്ളത്. തീർച്ചയായിട്ടും അടുത്ത പ്രാവശ്യം നിങ്ങൾ പ്രവാസി പെൻഷൻ സ്കീമിൻ്റെ അംശാദായം കൊടുക്കുമ്പോൾ ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള ഓൺലൈൻ മെത്തേഡ് ഫോളോ ചെയ്തിട്ട് സ്വന്തമായിട്ട് അംശാദായം കൊടുക്കുവാനായിട്ട് ശ്രമിക്കും. പലപ്പോഴും നിങ്ങൾ തേർഡ് പാർട്ടിയുടെ ഒരു സഹായത്തോടു കൂടി ഇതേപോലെ നിങ്ങൾ അംശാദായം അടയ്ക്കുവാൻ ശ്രമിക്കുമ്പോൾ നിങ്ങളുടെ പേഴ്സണലായിട്ടുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അവർക്ക് ഷെയർ ചെയ്യേണ്ടി വരും. അപ്പോൾ സ്വന്തമായിട്ട് നിങ്ങൾ ഇതേപോലെ അംശാദായം അടയ്ക്കുകയാണെങ്കിൽ ഇതേപോലെയുള്ള പ്രശ്നങ്ങളെല്ലാം നിങ്ങൾക്ക് ഒഴിവാക്കാം. ഭാവിയിൽ ഈ യൂട്യൂബ് ചാനലിൽ പോസ്റ്റ് ചെയ്യുന്ന ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോകൾ യഥാസമയം നിങ്ങൾക്ക് എത്തണമെങ്കിൽ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവരുടെ അറിവിലേക്ക് ഷെയർ ചെയ്യുക. ഈ വീഡിയോയുടെ 4ാമത്തെ പാർട്ടിൽ എങ്ങനെയാണ് പ്രവാസി വെൽഫെയർ ബോർഡിൻ്റെ വെബ്സൈറ്റിൽ നിങ്ങളുടെ യൂസർ ഐഡിയും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത് പെൻഷൻ സ്കീമിൽ ജോയിൻ ചെയ്തിരിക്കുന്ന വ്യക്തികൾക്ക് സർക്കാർ നൽകുന്ന മറ്റ് ധനസഹായങ്ങൾ, അതായത് ഫൈനാൻഷ്യൽ അസിസ്റ്റൻസ്, പല രീതിയിലുള്ള ഫൈനാൻഷ്യൽ അസിസ്റ്റൻസ് നൽകുന്നുണ്ട്. അതോടൊപ്പം തന്നെ എങ്ങനെയാണ് നിങ്ങൾക്ക് 60 വയസ്സിന് ശേഷം പെൻഷൻ അപ്ലൈ ചെയ്യേണ്ടത്, ഇങ്ങനെ അനവധി കാര്യങ്ങൾ 4ാമത്തെ പാർട്ടിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. 4ാമത്തെ പാർട്ടും കൂടി കാണുവാനായിട്ട് മറക്കരുത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവരുടെ അറിവിലേക്ക് ഷെയർ ചെയ്യുക. ഈ വീഡിയോയുടെ 4ാമത്തെ പാർട്ടിൽ കണ്ടുമുട്ടുന്നതുവരെയും നന്ദി, നമസ്കാരം.